നമസ്കാരം. അപ്പോൾ പ്രൈറ്റ് ബ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള വീഡിയോ അല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണ്, ഭൂരിഭാഗം പേരും. അപ്പം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ നമ്മളിപ്പം ഷോപ്പിംഗ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കാർഡ് സേവ് ചെയ്യുന്നുണ്ട്, മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്രെഡ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ നമുക്ക് നോ ബ്രോക്കർ വഴി ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ പേടിഎം വഴി ചെയ്യായിരുന്നു, അതിപ്പം ബ്ലോക്ക് ആയി കിടക്കുകയാണ് പേടിഎം. പിന്നെ ഫോൺ പേ വഴി ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതിനകത്തെല്ലാം നമുക്ക് പ്രോസസ്സിംഗ് ചാർജ് അത്യാവശ്യം നല്ലോണം പിടിക്കുന്നുണ്ട്. 1%, 2%, അല്ലെങ്കിൽ 3% ഒക്കെ പിടിക്കുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഞാനിപ്പം യൂസ് ചെയ്യുന്നൊരു ഇപ്പം 2 ദിവസമേ ഉള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഹൗസിംഗ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ സ്ക്രീൻ റെക്കോർഡറും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഹൗസിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ഒരു 3000 ഒക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു 25 രൂപയെ പോകത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു കോഡുണ്ട്, എൻ്റെ ഒരു റെഫറൻസ് കോഡുണ്ട്. ആ റെഫറൻസ് കോഡ് അടിക്കുമ്പോൾ നമുക്ക് ഒരു 25 രൂപയും കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നും കൂടെ കിട്ടും. അപ്പോൾ ഏകദേശം നമുക്ക് വലിയ എമൗണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോകില്ല. അപ്പം പിന്നെ ഒരു 6000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തപ്പം എനിക്ക് ഏകദേശം 75 രൂപ എൻ്റെ നിന്ന് പോയുള്ളൂ. ഒരു 24 രൂപ എനിക്ക് സേവിങ് ആയിട്ട് കിട്ടി. എല്ലാം കൂടെ അപ്പം എനിക്കൊരു 166 രൂപയാണ് എൻ്റെ പ്രോസസ്സിംഗ് കട്ടാവേണ്ടത്. അതെല്ലാം കൂടെ എനിക്കൊരു 75 രൂപ പോയുള്ളൂ. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം ഞാൻ ആദ്യം 3000 ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിന് എൻ്റെ അക്കൗണ്ടിൽ കയറി. പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു 6000 ട്രാൻസ്ഫർ ചെയ്തു. അത് വൈകിട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ബാങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അക്കൗണ്ടിൽ കയറിയിട്ടില്ല. നാളെ മൺഡേയിലെ എനിക്ക് അക്കൗണ്ടിൽ കയറത്തുള്ളൂ. അപ്പം ട്രസ്റ്റഡ് ഉള്ള ആപ്ലിക്കേഷൻ ആണ്. പിന്നെ അതിനകത്ത് വേറൊരു ഗുണം എന്ന് പറയുന്നത് പേഴ്സണൽ ലോൺ അവൈലബിൾ ആണ്. അത് നമ്മുടെ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എത്ര എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു സംഭവങ്ങൾ പേഴ്സണൽ ലോൺ ഉണ്ട്. പിന്നെ ക്യാഷ് ബാക്കിന്റെ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. റെഫറൻസ് ചെയ്താലൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു റെഫറൻസ് കോഡ് ഇട്ടേക്കാം. ആ കോഡ് വഴി കയറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ സേവിങ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ കോഡും കൂടി ഇട്ടേക്കാം, നമ്മുടെ ഈ ഹൗസിങ്ങിന്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം. അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, ചെറിയ എമൗണ്ട് വെച്ച് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി ഓക്കെ ട്രസ്റ്റഡ് ആണെന്ന് മാത്രം. ഞാൻ ട്രസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ട്രസ്റ്റ് ആവണമെങ്കിൽ ചെറിയ എമൗണ്ട് നിങ്ങളൊന്ന് കയറി ചെയ്ത് നോക്കുക. അപ്പം അക്കൗണ്ടിൽ വരുമ്പം നിങ്ങൾക്ക് ഓക്കെ ആവും. കാരണം എത്ര എമൗണ്ട് നമുക്ക് പോകത്തില്ലല്ലോ. ചില സമയത്ത് നമുക്കൊരു 10000 രൂപയൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 300-350 രൂപ, ചിലപ്പം 400 രൂപയൊക്കെ പ്രോസസിങ് ചാർജ് എടുക്കും. അപ്പോൾ അത്യാവശ്യം നല്ല 500 രൂപയൊക്കെ എടുക്കുന്ന പ്രോസസിങ് ചാർജ് ഉള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഒന്നും പോകുന്നില്ല. ചിലപ്പോൾ 100 രൂപ 150 രൂപയ്ക്ക് അകത്തേക്കേ പോകത്തുള്ളൂ. ഇത്രയും പിന്നെ ക്യാഷ് ഇതുമുണ്ട്, സ്ക്രാച്ച് ആൻഡ് വിന്നും ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം ഇത് എല്ലാവരും ഉപകാരപ്പെടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പൊ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം. ഓക്കെ. നമ്മുടെ ആപ്ലിക്കേഷൻ ഹൗസിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ക്യാഷ് എടുക്കണമെങ്കിൽ പേ ന്യൂ എന്ന് പറയുന്ന കാർഡിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പേ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുക. പേ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൗസ് റെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് നമ്പർ അടിക്കുക, ബെനിഫിഷ്യറി IFSC കോഡ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കോഡും കൂടെ അടിച്ചാൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ റെഫറൻസ് കോഡ് ഉണ്ട്, അതും കൂടെ എൻ്റർ ചെയ്താലേ ആ എമൗണ്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഓഫർ കോഡുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതും കൂടെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടും. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രൊഫൈലിൽ നിന്ന് ഓപ്ഷൻ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മെയിലിൽ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി സേവ് ആകുമ്പോൾ നമുക്ക് CVV കോഡ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരും. അടുത്ത ഓപ്ഷൻ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ 2 എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഹൗസ് റെൻറ്റ്, എഡ്യൂക്കേഷൻ ഫീസിൽ 2 എമൗണ്ട് ചാർജ് സഹിതം എല്ലാം കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് ഉള്ള ഓപ്ഷൻ റിവാർഡുണ്ട്. നമുക്ക് ഏകദേശം 28 രൂപ ക്യാഷ് ബാക്കാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. 28 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ എനിക്കൊരു 3 രൂപ ചെറിയൊരു എമൗണ്ട് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിപ്പം ഡയറക്റ്റ് നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷനാണ്. എന്ന് പറയുമ്പം ഇൻവൈറ്റ് ഫ്രണ്ട്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിലേക്ക് പോകും. വാട്സപ്പിൽ നമുക്ക് ഇത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് റെഫറൻസ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതും ഒരു പ്രയോജനമായൊരു സംഭവമാണ്. പിന്നെ ഉള്ള ഓപ്ഷൻ, അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് താഴെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. പേയ്മെൻറ്റ്, ലോൺസ്, പോളിസീസ്, റിവാർഡ്സ്, പ്രൊഫൈല്. അടുത്ത ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ലോൺസ് ഓപ്ഷൻ ഉണ്ട്. ലോൺ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 54,000 രൂപ വരെ നമുക്ക് ലോണ്, പേഴ്സണൽ ലോണായിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് കേട്ടോ, ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനകത്ത് ഒരു നോ മോർ, ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ നോ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ്, നമ്മുടെ കോഡ് വരും, ഇൻവിറ്റേഷൻ കോഡ്, ഇൻവൈറ്റ് കോഡ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം എൻ്റെ ഇൻവൈറ്റ് കോഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം. അപ്പോൾ എല്ലാവർക്കും സ്ക്രീൻ റെക്കോർഡ് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് കൂട്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് എത്തിപ്പെടട്ടെ, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പം ഇതിനകത്ത് നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരോട് ചാറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നോക്കി കണ്ട് എല്ലാം സെറ്റായിട്ട് ചെയ്യുക. അപ്പം ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ.